എനിക്കുണ്ടായ ചില അനുഭവങ്ങളാണ്, ഉള്ളം കോച്ചുന്ന ചില അനുഭവങ്ങൾ. എന്താണ് ഈ ജിന്ന്? മനുഷ്യരെ പോലെ തന്നെ ഭൂമിയിൽ ജീവിക്കാൻ പടച്ചവൻ സൃഷ്ടിച്ചവരാണ് ജിന്നുകൾ എന്നാണ് ഇസ്ലാം മതം വിശദീകരിക്കുന്നത്. മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നത് മണ്ണിൽ നിന്നാണ് എങ്കിൽ തീയിൽ നിന്നാണ് ജിന്നുകളെ സൃഷ്ടിച്ചിരിക്കുന്നത്. മനുഷ്യർക്ക് എങ്ങനെയാണോ ഖുർആൻ എന്നതുപോലെ തന്നെ ജിന്നുകൾക്കും മാർഗനിർദ്ദേശം നൽകുന്ന മതഗ്രന്ഥമാണ് ഖുർആൻ. ഒരു പാമ്പിനെ പോലെയോ അല്ലെങ്കിൽ ഒരു പാറ്റയെ പോലെയോ രൂപം മാറാൻ കഴിവുള്ളവരാണത്രേ ജിന്നുകൾ. ജിന്നുകളെ രണ്ടായാണ് അവർ വേർതിരിക്കുന്നത്. ഒന്ന്, മതവിശ്വാസങ്ങളെ മാനിക്കുന്ന ഒരു കൂട്ടം. രണ്ട്, വിശ്വാസങ്ങളിൽ നിന്നും മനുഷ്യരെ വഴിതെറ്റിക്കുന്ന ഒരു കൂട്ടം. ഇതിൽ രണ്ടാമത് പറഞ്ഞവരെ ശൈത്താന്റെ ഗണത്തിലായാണ് അവർ വിശദീകരിക്കുന്നത്. മനുഷ്യരിലേക്ക് അസുഖങ്ങൾ പടർത്തുന്ന, ദുഷ്ടതയിലേക്ക് മനുഷ്യനെ തള്ളി നീക്കുന്ന, ദോഷങ്ങളിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്ന ഒരു കൂട്ടം. അത്തരം ദുഷ്ടജിന്നുകളെക്കുറിച്ച് ഒരുപാട് കഥകൾ, ഒരുപാട് അനുഭവ കഥകൾ അവിശ്വസനീയമായി നമുക്ക് കേൾക്കാമെങ്കിലും അവയെല്ലാം ഭയപ്പെടുത്തുന്നവയാണ്. അത്തരത്തിൽ ചില അനുഭവ കഥകളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. കെറിപ്പോരിൻ ചങ്ങായിമാരെ, ബേപ്പൂർ സുൽത്താന്റെ ദുനിയാവിലേക്ക്. എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് ജന്നത്ത്. ജീവിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ ഏതാണ്ട് 29 വയസ്സ്. 2014 തൻ്റെ 18ാമത്തെ വയസ്സിലാണ് ജന്നത്ത് മരണപ്പെടുന്നത്. തിരുവനന്തപുരത്തെ ഒരു പ്രമുഖ കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിയായിരുന്നു അവർ. ജിന്നിൽ വിശ്വസിച്ചിരുന്ന ഒരു ചെറുപ്പം ജന്നത്തിനുണ്ടായിരുന്നു. അങ്ങനെ ഒരു വിശ്വാസത്തിലേക്ക് അവരെത്താനുള്ള കാരണവും അവരുടെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവമാണ്. വളരെ ചെറുപ്പം മുതലേ പഠിക്കാൻ താല്പര്യമുള്ള ഒരു കുട്ടിയായിരുന്നു ജന്നത്ത്. അവരുടെ വീടിന് പിറകിൽ ഒരു വലിയ തോട്ടമുണ്ടായിരുന്നു. ഒരുപാട് ഞാവൽ മരങ്ങൾ നിറഞ്ഞ ഒരു തോട്ടം. ആ തോട്ടത്തിലെ ഞാവൽ മരങ്ങൾക്കടിയിലിരുന്നായിരുന്നു അവൾ പലപ്പോഴും പഠിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പഠിക്കാനായി പോകുമ്പോൾ കുടിക്കാൻ കുറച്ച് വെള്ളവും കുറിക്കാൻ ചിപ്സും കയ്യിലൊരു തലയിണയും അവൾ കരുതാറുണ്ട്. അത്തരം പഠനവേളകൾക്കിടയിൽ ഒരു മയക്കം സാധാരണയായിരുന്നു. അന്നും അവൾ മയങ്ങിപ്പോയിരുന്നു. ഈ ഞാവൽപ്പഴങ്ങൾ പഴുക്കുമ്പോൾ ഒരു പ്രത്യേക തരം ഗന്ധമുണ്ട്. അത് അന്തരീക്ഷമാകെ പരക്കും. അന്നും അത് പരന്നിരുന്നു. കരിയിലകൾ ഞെരുങ്ങുന്ന ശബ്ദം കേട്ടാണ് അവൾ മെല്ലെ കണ്ണു തുറക്കുന്നത്. കണ്ണു തുറന്നപ്പോൾ അവൾ കാണുന്നത് അവളുടെ തൊട്ടടുത്തിരുന്ന് അവളെ നോക്കി ചിരിക്കുന്ന ഒരു പടുവൃദ്ധയായിരുന്നു. ആരാ? അവൾ ഭയന്നുകൊണ്ട് ചോദിച്ചു. അവളുടെ പരിഭ്രമിച്ച മുഖം കണ്ട് അവർ ഉറക്കെ ചിരിക്കുകയായിരുന്നു. ആ സമയം അവിടമാകെ അത്തറിന്റെ ഗന്ധം പരന്നിരുന്നു. അതുപോലൊരു സ്ത്രീയെ അവൾ അന്നുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുപോലൊരു സ്ത്രീയെ എന്ന് മാത്രമല്ല, അത്രയും പ്രായമുള്ള ഒരു മനുഷ്യനെ അവൾ അന്നുവരെ കണ്ടിട്ടില്ലായിരുന്നു. ചിരി നിർത്താതെ അവർ കൂനിക്കൂടി നടന്നു നീങ്ങി. നിങ്ങളാരാ? വിറയ്ക്കുന്ന ശബ്ദത്തോടുകൂടി അവൾ വീണ്ടും ചോദിച്ചു. പതിയെ അവരുടെ നടത്തം നിർത്തി. അവർ മെല്ലെ അവളെ തിരിഞ്ഞു നോക്കി. അതിനുശേഷം അവളോട് പറഞ്ഞു, ഇന്നേരത്ത് ഇവിടെ ഇനി മയങ്ങരുത് കേട്ടോ. മോളെന്നെ ആയിഷുമ എന്ന് വിളിച്ചോ. നടന്നു നീങ്ങി അവർ പതിയെ അപ്രത്യക്ഷയായി. വീട്ടിലേക്ക് ഓടിച്ചെന്ന ജന്നത്ത് അടുക്കളയിൽ തിരക്കിലായിരുന്ന ഉമ്മയോട് താൻ കണ്ട സ്ത്രീയെക്കുറിച്ച് പറഞ്ഞു. ആ സ്ത്രീയെ കണ്ട് അവൾ ഭയന്നുപോയി എന്ന് കേട്ടപ്പോൾ അവളുടെ ഉമ്മയും ഉറക്കെ ചിരിക്കുകയായിരുന്നു. എന്നാൽ ആ ചിരിക്ക് ഒരു മങ്ങൽ സംഭവിച്ചത് ആയിഷുമ എന്ന പേര് അവൾ പറഞ്ഞപ്പോഴാണ്. ആ പേര് നിനക്ക് എവിടുന്ന് കിട്ടി? താൻ ആദ്യമായിട്ടാണ് അങ്ങനൊരു പേര് കേൾക്കുന്നത് എന്നും അങ്ങനൊരു സ്ത്രീയെ തന്നെ താൻ ആദ്യമായിട്ട് കാണുകയാണ് എന്നും അവർ തൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ അവിടമാകെ അത്തറിൻ്റെ ഗന്ധം പരന്നിരുന്നു എന്നും ജന്നത്ത് പറഞ്ഞു. ആ സമയം അവളുടെ ഉമ്മയുടെ മുഖത്ത് ഒരു തുള്ളി രക്തമുണ്ടായിരുന്നില്ല. അവർ പറഞ്ഞു, അവരുടെ ഉമ്മമ്മയുടെ കാലത്ത് ആ നാട്ടിലുണ്ടായിരുന്ന ഒരു സ്ത്രീ ആയിരുന്നു ആയിഷുമ. വെളുത്ത കോലൻ മുടിയും ചുക്കിച്ചുളിഞ്ഞ മുഖവും പല്ലില്ലാത്ത ചിരിയും ആ ഉമ്മ വർണ്ണിച്ചപ്പോൾ അതേ സ്ത്രീയെ തന്നെയായിരുന്നു താൻ കണ്ടത് എന്ന് ജന്നത്ത് തിരിച്ചറിയുകയായിരുന്നു.
ചിലർ മരണശേഷം ജിന്നുകളായി മാറാറുണ്ട് എന്നും അങ്ങനെ മാറിയ ആയിഷമ്മയെ ആ കാലങ്ങളിൽ പള്ളിയുടെ പരിസരങ്ങളിൽ പലരും കണ്ടിട്ടുണ്ട് എന്നും ഉമ്മ പറയുന്നു. മനുഷ്യർക്ക് മുമ്പിൽ ജിന്നുകൾ പ്രത്യക്ഷപ്പെടുന്നത് മാറാദീനത്തിനും മരണത്തിനുമുള്ള ഒരു മുന്നറിയിപ്പായാണ് എന്നും അവർ പറയുന്നു. ആ സംഭവത്തിനും ഏതാണ്ട് 3 വർഷങ്ങൾക്കിപ്പുറം ജന്നത്ത് മരണപ്പെടുകയും ചെയ്തു. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ കേട്ട ഒരു കഥയുണ്ട്. ബേപ്പൂർ മാത്തോട്ടം എന്ന് പറയുന്ന ഒരു സ്ഥലം. അവിടെ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയോട് ചേർന്ന് ഒരുപാട് ഖബറുകൾ നിറഞ്ഞ ഒരു പറമ്പുണ്ട്. ആ വഴിക്ക് ഒരു ട്യൂഷൻ ക്ലാസ് ഉണ്ട്, ബ്രെയിൻസ് എന്ന് പറയുന്ന ഒരു ട്യൂഷൻ ക്ലാസ്. ഞാൻ രാവിലെ ഏതാണ്ട് ഒരു 7 മണിക്കാണ് ട്യൂഷന് പോവുക. ഈ ബ്രെയിൻസിൽ പഠിക്കുന്ന ഒരു കുട്ടി എൻ്റെ സുഹൃത്തായിരുന്നു. അവൻ ബ്രെയിൻസിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 15 മിനിറ്റ് കൂടി എൻ്റെ ട്യൂഷൻ ക്ലാസ്സിലേക്ക് എനിക്ക് യാത്രയുണ്ട്. ഒരിക്കൽ ബസ്സിൽ വെച്ച് അവൻ എന്നോട് ഒരു കഥ പറഞ്ഞു.